ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലിറ്റിൽ മസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇന്നും സൈക്കിളെടുത്ത് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചകൾ, ഞാൻ ഇന്ന് പോകുന്നത് ഒരു കൗൺസിൽ ഓഫ് ഡെല്ല എന്ന കൗൺസിൽ ഓഫ് ഡെല്ല എന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു കുറച്ച് ബീച്ച്, അതുപോലെ ഈ എന്താ പറയുക, കയാക്കിങ്, റോവിങ്, അങ്ങനൊരു ക്ലബ്ബൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഇന്ന് പതിവ് പോലെ സൈക്കിളൊക്കെ എടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ വഴിയിൽ ഇങ്ങനെ പോണ വഴി കാണുന്ന രസകരമായ കാഴ്ചകൾ ഒന്ന് ക്യാമറയിൽ പകർത്തി. അപ്പോൾ അത് നിങ്ങളും കൂടി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിറ്റിൽ മാഷിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക്, കമൻറ്റ് ഇതെല്ലാം ചെയ്യാനും പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞത് സ്പെയിനിലെ വിഗോ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. വഴിയിൽ ഇതുപോലെ സൈക്കിൾ എടുത്തിങ്ങനെ പോകുമ്പോൾ നല്ല രസകരമായ ബീച്ചുകൾ, വഴിയിൽ ആൾക്കാർ അപ്പച്ചനും അമ്മച്ചി അതുപോലെ എല്ലാവരും ഇങ്ങനെ കുശലം പറഞ്ഞിരിക്കുകയാണ് സായന വേളയിൽ. അപ്പോൾ ഞാനിങ്ങനെ സൈക്കിൾ എടുത്ത് വെറുതെ റൂമിൽ തൊട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ, സൈക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കറങ്ങിയിരിക്കുമ്പോൾ കണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നല്ല നല്ല എന്താ പറയുക, വഴിയൊക്കെ നല്ല ക്ലീനാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, 2 ദിവസം മുന്നേ വീട്ടിൽ കണ്ട പോലെ. വഴിയൊക്കെ വളരെ ക്ലീന്, ഒരു കച്ചറവും ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നല്ല ഏരിയ, നല്ല ക്ലൈമറ്റ്. എന്ത് കുറച്ച് തണുപ്പുണ്ട്, എന്നാലും ജാക്കറ്റൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് ഈ പറഞ്ഞ കൗൺസിൽ ഓഫ് ഡെന്റൽ എത്തിയപ്പോൾ അവിടുത്തെ ആ ഒരു ചെറിയൊരു പാർക്ക് പോലെ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് നടക്കാം, അതുപോലെ ജോഗ് ചെയ്യുന്നവർക്ക് ജോഗ് ചെയ്യാം, അതുപോലെ നായ്ക്കൾക്ക് നടക്കാനും. ഇവിടെ സ്പെയിനിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ വീട്ടിൽ, നമ്മൾ ചൈനയിൽ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ഒരു കുട്ടി, അവർ ഇന്ത്യയിലൊക്കെ ഒരു വീട്ടിൽ നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു വീട്ടിൽ 2 നായ്ക്കൾ, ഒരാൾക്ക് 2 നായ എന്നൊക്കെയാണ് ഇവിടുത്തെ കണക്ക്. കാരണം ഇവർ പുറത്തിറങ്ങുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ 2-3 നായ്ക്കൾ എപ്പോഴും എല്ലാവരും കയ്യിലുണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാനിങ്ങനെ സൈക്കിൾ ആയതുകൊണ്ട് എല്ലാവരും നോക്കുന്നുണ്ട്. ഏതൊരു അപരിചിതൻ ഈ വഴിക്ക് പോകുന്നു, ഇങ്ങനെ വഴിയിൽ ഒരാൾ നീ ചൂണ്ടയിടുന്നു, ഒന്നും കിട്ടിയില്ല. കുറേ കഷ്ടപ്പെട്ട് പാവം കുറേ നേരമായി ചൂണ്ടയിടുന്നു. അങ്ങനെ കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. അതുപോലെ നല്ല എന്താ പറയുക, കടൽക്കാറ്റും. അവിടുന്ന് ആഗ്രഹിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല രസകരമായ വീടുകളൊക്കെ തന്നെ പണിതിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള, നല്ല വൃത്തി, നല്ല കാണാൻ എന്താ പറയുക, ആ സായന സൂര്യൻ്റെ ആ ലൈറ്റ് അടിക്കുമ്പോൾ എന്താ പറയുക, ആ വീടുകളൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല രസത്തിൽ അങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക വെളിച്ചത്തിൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ഫീലുണ്ടല്ലോ, ഭയങ്കര ഫീൽ. അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് ബ്രിഡ്ജും കാണാം. ആ ബ്രിഡ്ജിൻ്റെ പേരാണ് പോണ്ടെ ഡി രണ്ടെ. എല്ലാവർക്കും ഈ 2, 3 അങ്ങനെയുള്ള പേരുകളൊക്കെ അവിടെ കാണാം. പോണ്ടേരി 2, വില്ലാടി 2, അങ്ങനെ ഉള്ള പോലെ. അതുകൊണ്ടാണ് അങ്ങനെ സ്പെഷ്യൽ പേരുകളൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ ആ ക്ലബിൻ്റെ പേരാണ് വേണ്ടത്. അവിടുന്ന് കുറേ പേര് ഓൾറെഡി വെള്ളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗൈഡ്, ബോട്ടിൽ പോകുന്ന ആളാണ് ഗൈഡ്. ബോട്ടിൽ അവരെ കമ്പനി ഒരു എന്താ പറയുക, എയർ നിറച്ച് പോകുന്ന തരം ബോട്ടാണത്, ഫ്ലോട്ടിംഗ് ടൈപ്പ്. അങ്ങനത്തെ ഒരു ബോട്ടിൽ അവരെ പരിശീലനം ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അവർ ബോട്ടിൽ ഒരു സഹായത്തിന് പോകുന്ന പോലെ കുറച്ച് പേര് ഇതാ പുതിയ ഒരു ബോട്ടും കൊണ്ട് താങ്ങി വരുന്നുണ്ടോ. 4-5 പേര് കൂടിയിട്ട് ഒരു ബോട്ട് താങ്ങി, ചെറിയൊരു ബോട്ട്, നമ്മളവിടെ വഞ്ചി എന്നൊക്കെ പറയും. ഇവരത് റോവിങ് എന്നുകൊണ്ട് ഇവിടെ ഒരു ഹോബി. അവിടെ അതിൽ ഗൈഡ് ചെയ്യുന്ന ആൾ, അതായത് നമ്മൾ തോണിയിലൊക്കെ അമരക്കാരെന്ന് പറയില്ലേ, അമരക്കാരനെ എടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. എന്താണെന്നറിയില്ല, ആ പുള്ളിക്കാരനെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ കൊണ്ടുവന്നിച്ച് പുള്ളിക്കാരാണ് ഇതിൽ അമരക്കാരൻ. ഓക്കെ, പുള്ളിക്കാരൻ ട്രെയിനറും കൂടിയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വെള്ളം തൊടില്ല എന്നുണ്ട്. വെള്ളം അലർജിയാണ് പുള്ളിക്കാരന്. ബാക്കി 4 പേരും കൂടിയിട്ടാണ്
വഞ്ചി തുഴയണത്, മറ്റാൾ വെറുതെ ഗൈഡൻസ് കൊടുക്കുക. അങ്ങനെ അടുത്തൊരു ബോട്ട് കൊണ്ടുവന്നു. ആ ബോട്ടിൽ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അമരത്തിരിക്കുന്ന പുള്ളിക്കാരിനെ എന്തുകൊണ്ടെന്നറിയില്ല തോളത്ത് ഏറ്റിട്ടാണ് ഇവരെ ഉള്ളിൽ കയറ്റി. അങ്ങനെ ആ 2 വഞ്ചിയും ഒരു ബോട്ട്, ചെറിയ ബോട്ടുകൾ, ഫൈബർ ബോട്ടുകളാണ്. അങ്ങനെ അവരിറക്കി. അത് ബാക്കിൽ എന്താ ഒരു ഗൈഡുണ്ട്. ഗൈഡ് എപ്പോഴും ബോട്ടിൽ ചെറിയ എയർ ടൈപ്പ് ബോട്ടാണ്, എയർ നിറച്ച് പോകുന്ന ബോട്ട്. അങ്ങനെ അവരെ ഗൈഡ് എന്ന് പറഞ്ഞു. പിന്നെ ഇൻ കേസ് എമർജൻസിക്ക് എന്തെങ്കിലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അവരെ എന്തെങ്കിലും എമർജൻസി കേസിന് ഇപ്പോൾ പെട്ടെന്ന് കരയ്ക്ക് എത്തിക്കാനും ബോട്ടിൽ സൗകര്യം തുഴഞ്ഞിട്ട് എപ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ വൈകിട്ട് കണ്ടാൽ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ പട്ടീനെ കൊണ്ടുപോകണം. ആ പട്ടി എന്നെ കണ്ടപ്പോൾ ഒന്ന് നോക്കി. എന്താ എന്നെ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. ഞാൻ ഒരു നിമിഷം കണ്ടു പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവന് മനസ്സിലായി നമ്മൾ പാവാന്ന്, നമ്മൾ കണ്ടറിഞ്ഞൂടെ പാവാന്ന്. അങ്ങനെ പുള്ളിക്കാരി നായനെ കൊണ്ടുപോയി. പോകുമ്പോഴാണ് ഒരു ശബ്ദം കിട്ടുക. തിരിഞ്ഞ് നോക്കിയപ്പോൾ അതാ പിന്നിലൊരു ചോല. നമുക്കിപ്പോൾ അതൊരു നമ്മുടെ നാട്ടിലൊന്നും ഒരു പുത്തിരിയല്ല. എന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലം, ഈ വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവർ കാണാനൊക്കെ. അപ്പോൾ ആ മുകളിൽ കണ്ട മലയുടെ മുകളിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് പോകുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ച് സൈക്കിളെടുത്ത് ഏതാണ്ട് ഇവിടെ ഇപ്പോൾ ഒരു രാത്രി ആവാറായി. പക്ഷേ ഇവിടെ രാത്രി ഇരുട്ടാവുന്നത് ഒരു 9:30, 9:45 ആവും സൂര്യാസ്തമനം എന്ന് പറയുന്ന. സൺസെറ്റ് വരുന്നത് 9:30, 9:35 ഒക്കെയാണ് വൈകിട്ട്. അതുപോലെ നേരെ വെളുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണി ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഏനൽക്കിടാൻ വേണ്ടി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. 8 മണി 8 ആകുമ്പോൾ പുള്ളിക്കാരൻ പുറത്ത് വരുള്ളൂ. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ നാളെ അടുത്ത മാസം എന്താണ് അവസ്ഥ എന്നറിയില്ല. അങ്ങനെ സൈക്കിളെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫുട്പാത്തിലൂടെ മെല്ലെ അങ്ങനെ വരിക. ശരിക്കും റോട്ടിലൂടെ നമുക്ക് ധൈര്യമായിട്ട് പോകാം, റോട്ടിലൂടെ സൈക്കിൾ ഉണ്ടാകും. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റി, നമ്മൾ പുറം രാജ്യത്ത് വന്നിട്ട് നടു റോട്ടിൽ സൈക്കിൾ ഓട്ടിയിട്ട് വല്ല വണ്ടി തട്ട് ആകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിനേക്കാളൊക്കെ സേഫാണ് ഇവിടെ. ഞാൻ ഒരു വീഡിയോയിൽ മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇടയിൽ നേരത്തെ കണ്ട ചോല വീണ്ടും കണ്ടു. അത് പോയിട്ട് വേറൊരു സ്ഥലത്തെത്തി. അങ്ങനെ ഇത് കണ്ടത് വേറൊരു ചോലയിട്ടാണ്. അത് നേരെ പോയി പതിക്കുന്നത് കടലിലാണ്. കണ്ടാൽ നേരെ പോയി കണ്ടറിയാം. കടലിൽ മുകളിൽ നിന്ന് ഇറങ്ങി. അതുപോലെ ഞാൻ പറഞ്ഞത് ഇവിടെ മാറ്റി കുന്നും മലകളാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു വീട്ടിൽ കണ്ടത്. ഒരുവിധം എല്ലാ വീട്ടുകളിലും ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ. ഇപ്പോൾ ഓറഞ്ച്, അതുപോലെ ഒരു സൈഡിൽ ഓറഞ്ച്, ഒരു വീട്ടിൽ നിറച്ച് ഇങ്ങനെ കായത്. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നാരകം, നമ്മുടെ നാട്ടിലൊക്കെ ചെറുനാരകയുടെ വലിപ്പമുള്ള നാരകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സിവിലസ് ലെമൺ എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നതാണ്, വലിയ വലിപ്പമുള്ള നാരകം. അതാണ് ഒരു സൈഡിൽ കണ്ടത്. അങ്ങനെ കുറച്ചും പോയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പിച്ചകപ്പൂവുണ്ട്. നല്ല സ്മെല്ലും, അതേ സ്മെല്ലും അതിലേക്ക് നോക്കിയാൽ എനിക്കറിയാം പിച്ചക്ക്. പക്ഷേ കളറിൽ ചെറിയൊരു റോസ് കളർ അതിന് ചേർന്നിട്ടുള്ളൊരു കളറാണ്. നല്ല മണമുള്ള പിച്ചകപ്പൂ. ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെ വേലിയുമൊക്കെ പടർത്തിയുണ്ട്. നിറച്ച് കാണാൻ നല്ല ഭംഗിയിൽ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് കണ്ടതാണ് ഓരോ വീട്ടിലും, മിക്ക വീട്ടുകളിലും ഇവിടെ ചെറിയ ഗ്രാമപ്രദേശം, അതായത് സിറ്റിയിലല്ല, സിറ്റിയോട് ചേർന്ന് ചെറിയ ഗ്രാമങ്ങളാണ് ഇവിടെ. കോഴികൾ, അതുപോലെ കോഴികൾ തന്നെ, കോഴീനെ കാണാൻ നോക്കിയിട്ടുണ്ടോ? പിന്നെ അതുപോലെ പലതരത്തിലുള്ള കൃഷികൾ ഇവിടെ നിറച്ച് കോഴികൾ തന്നെ വീട്ടിൽ. അതുപോലെ കോഴി, പിന്നെ അരയന്നം, അതുപോലെ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ടത് കുറച്ചൊരു പാർക്ക് പോലെ ഒരു കല്ലുകൊണ്ട് ഇടയ്ക്ക് വെച്ചപ്പോഴാണ് അവിടെ ഒരു പാർക്കിൽ ഒരു ലേഡി സ്വന്തം നായനെ എന്തൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞ അനുസരിച്ചില്ലാതുകൊണ്ട് പുള്ളിക്കാർ മൂപ്പരിറങ്ങി ഓടി പണങ്ങി പോയിരുന്നു. അങ്ങനെ പുള്ളിക്കാരി എന്തോ ട്രെയിനിങ് കൊടുക്കുക, എന്തോ തിന്നാനൊക്കെ കൊടുക്കുന്നത് ഇടയ്ക്ക് തിന്നാൻ കൊടുക്കുന്നു. എന്നാലും നായ്ക്കുട്ടിക്ക് എന്തോ പിടിച്ചില്ല എന്ന് തോന്നുന്നു, പിന്നെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു, പറഞ്ഞനുസരിക്കൊന്നുമില്ല. മൂപ്പര് ഇറങ്ങി കൂടി ഉണ്ട്. എന്നാ പറഞ്ഞില്ലേ, ഇവിടെ കുട്ടികളെക്കാളും കൂടുതൽ നായ്ക്കളെ വളർത്തുന്നവരാണ് ഇവിടെ. അത് കണ്ടില്ലേ എല്ലാവരുടെ കയ്യിലും ഓരോ നായ്ക്കുട്ടി. അത് ഇവിടെ നിർബന്ധമാണെന്നുണ്ട്. അപ്പോഴാണ് കണ്ടത് ഒരു കൊന്നമരം പോലത്തെ ഒരു സീസണിൽ ഇവിടെ അവർ വെട്ടി നിർത്തി കഴിഞ്ഞ് പിന്നെ തളർത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പൂക്കും. നല്ല വൈലറ്റ് കളറിൽ കൊലകൊലയായിട്ട്, നമ്മുടെ നാട്ടിൽ കണിക്കൊന്ന അങ്ങനെ കൊലകൊലയായി പൂക്കണ പോലെ ഇവിടെ സീസണിൽ ഇതുപോലെ ഇവിടെ ശരിക്കും കൊന്നേര ഇല പോലെയാണ് അതിൻ്റെ ഇലയൊക്കെ. ശരിക്കും നമ്മുടെ നാട്ടിലെ ശരിക്കും കൊന്ന എന്ന് പറയാം. കണ്ടില്ലേ ഓരോ വീട്ടിലെ കൃഷികൾ, പൊട്ടറ്റോ കൃഷിയാണ് ഇവിടെ.
കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ലെറ്റ്യൂസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിൽ കണ്ടൊരു പൂവ് നമ്മളെ കണ്ടുണ്ടാവും, അതിൻ്റെ പേര് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അരിപ്രാവ് എന്ന് പറയുന്ന പ്രാവിൽ ഇത്തരം വർഗ്ഗം, കാട്ടുപ്രാവ് പോലത്തെ പ്രാവ്, അതുപോലെ മൈനകൾ, അങ്ങനെ കുറേ പലതരം കിളികളും. അതുപോലെ എന്താ പറയുക, പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ പുല്ല്, നമ്മുടെ നാട്ടിലൊക്കെ പുല്ലുകളൊക്കെ റോഡ് സൈഡിലൊക്കെ വന്ന് വളരില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ പുല്ലിന് പകരം നിറച്ച് പൂക്കളുടെ പുല്ല്, നിറച്ച് പൂക്കൾ. അത് ഇനി സീസണിൻ്റെ ആണോ എന്നറിയില്ല. നല്ല വെള്ള പല കളറിലുള്ള ടൈപ്പിലുള്ള പൂക്കൾ, അതൊക്കെയാണ് ഇവിടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഏതാണ്ട് സമയം അതിക്രമിച്ചു തുടങ്ങി. വരുന്ന വഴി വീണ്ടും കണ്ട് കോഴികൾ കണ്ടാറ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അനുഭവം, ഒരു ഗുഹ പരമാവധി ഇവർ ഈ ഓവർ ബ്രിഡ്ജ് പോലെ ഇങ്ങനെ കൊണ്ടുവരിക, ഗുഹകളൊക്കെയാണ് കംപ്ലീറ്റ് കല്ല് വെച്ച് കൊണ്ടുവരിക. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ ഷിപ്പിലേക്ക് പോന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. സീ യു അഗെയിൻ. താങ്ക് യു വെരി മച്ച്.